എക്സ്ക്യൂസ് മീ. എന്താ മാഡം? ഞാൻ ഈ കമ്പനിയുടെ സിഇഒ ആണ്. നിങ്ങൾ രാവിലെ നടത്തിയ ടെസ്റ്റുകളുടെ റിപ്പോർട്ട് എനിക്കൊന്ന് കാണാൻ പറ്റുമോ? എന്റെ കയ്യിൽ റിപ്പോർട്ടുകളൊന്നും ഇല്ല മാഡം. അതെല്ലാം ഡോക്ടറുടെ കയ്യിലാ. ആ, ഡോക്ടർ ഇപ്പൊ വരും. ഡോക്ടർ നേരത്തെ വന്നിട്ടുണ്ട് മാഡം. വന്നോ? ആ, അകത്ത് നിങ്ങളുടെ MD ആയിട്ട് സംസാരിക്കാം. അപ്പോ അവനൊന്നും അറിയാത്ത പോലെ അഭിനയിക്കായിരുന്നു. സിസ്റ്റർ പൊയ്ക്കോളൂ. പാർവതിയുടെ റിസൾട്ട് കൈലാഷ് അറിഞ്ഞ എന്തൊക്കെ സംഭവിക്കുമെന്ന് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. കൈലാഷിന് അല്ലെങ്കിലേ സംശയം തോന്നി കാണും. ഇല്ലെങ്കിൽ എന്നെ അറിയിക്കാതെ മെഡിക്കൽ ക്യാമ്പ് നടത്തുമോ? ഓ ഗോഡ്, ഞാനിനി എന്ത് ചെയ്യും? ഒരു കുഴപ്പമുണ്ടാവില്ല, നീ സമാധാനായിട്ടിരിക്ക. നിങ്ങളുടെ എല്ലാവരുടെയും റിപ്പോർട്ട് ഇവിടെയുണ്ട്. ചിലർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവര് അകത്ത് പോയി ഡോക്ടറെ കാണണം. അല്ലാത്തവർക്ക് റിപ്പോർട്ട് വാങ്ങിപ്പോവാം. പാറു എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇനി ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഈശ്വര, ഇവക്കൊന്നും വരുത്തരുതേ. എല്ലാവരെയും വിളിക്കുന്നതിന് മുൻപ് പാർവതിയുടെ റിപ്പോർട്ട് നൈസായിട്ട് എടുത്ത് മാറ്റാൻ ശ്രമിക്കാം. സാർ, ഡോക്ടർ അകത്തുണ്ട്. സാർ അകത്ത് നിന്നിരുന്നോളൂ. ഏയ് വേണ്ട, നമ്മുടെ സ്റ്റാഫ്സ് എല്ലാം നല്ല ടെൻഷനിലാന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നത് അവർക്കൊരു ധൈര്യമായിരിക്കും. സിസ്റ്റർ, സ്റ്റാർട്ട് ചെയ്തോളൂ. യെസ് സർ. നിഷ, നിങ്ങളുടെ റിപ്പോർട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്. അകത്ത് കയറി ഡോക്ടറെ കണ്ടോളൂ. പ്രിയൻ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അഖില, കുഴപ്പമൊന്നുമില്ല, പൊയ്ക്കോളൂ. സിന്ധു, നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഡോക്ടറെ കണ്ടോളൂ. രശ്മി, നിന്റെ ടെസ്റ്റല്ലേ ആദ്യം നടത്തിയത്? എന്നിട്ടെന്താ നിന്റെ പേര് വിളിക്കാത്തത്? എനിക്കറിയില്ല. ഓരോ തവണ അവർ പേര് വിളിക്കുമ്പോ അടുത്തത് എന്റെ ഊഴാകുമെന്ന് പേടിച്ച ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പോവാം. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പാർവതി, ചെല്ല് പാറു. പാർവതി, കമോൺ, ഗോ ഹെഡ്. നിക്ക്. പാർവതിക്ക് ഒരു കുഴപ്പമില്ല, പൊയ്ക്കോളൂ. റിപ്പോർട്ട് എങ്ങനെയാ നോർമലായത്? വർഷ, പാർവതി, കുഴപ്പമൊന്നുമില്ല. പാർവതിക്ക് ഒരു പ്രശ്നമില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇത്രയും നേരം നീ ഒരു കാര്യമില്ലാതെ ടെൻഷൻ അടിച്ചെന്ന് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും പാർവതിക്ക് ടെൻഷൻ അടിക്കാതെ ഹാപ്പി ആയിട്ടിരിക്കാം. പ്രിയൻ, സിദ്ധു, പ്രിയനും സമാധാനായില്ലേ? കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ പോട്ടെ, ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. ശരി സർ. പാറു, നിനക്ക് ശരീരത്തിന് ഒരു കുഴപ്പമില്ലെന്ന് ഇപ്പൊ തെളിഞ്ഞു.
അപ്പോ ഒരു കാര്യം ഉറപ്പാ, നിന്റെ ഡോക്ടർ പറഞ്ഞതുപോലെ നിന്റെ മനസ്സിനാണ് പ്രശ്നം. അതെന്താണെന്ന് നീ എന്നോട് പറയാതെ നമ്മൾ തമ്മിലുള്ള ബന്ധം പഴയതുപോലെ ആവില്ല. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, നിനക്ക് വേണ്ടി ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തു നിൽക്കാം. എല്ലാവരുടെയും റിപ്പോർട്ട് തന്നു കഴിഞ്ഞു. ഇനി ആർക്കും കിട്ടാനില്ലല്ലോ? ഇനി ആർക്കും ഇല്ല. സിസ്റ്റർ, എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. അതിന് കുട്ടിയുടെ റിസൾട്ട് നോർമൽ ആണല്ലോ. എന്നാലും എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. ആ ശരി, അകത്തേക്ക് കയറിക്കോളൂ. ഡോക്ടർ എന്താ ഇവിടെ? നീ ഓരോ തവണയും എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ചെന്ന് പെടുമ്പോ ദൈവം ആരുടെയെങ്കിലും രൂപത്തില് നിന്നെ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട്. ഇത്തവണ അത് മീരയുടെ രൂപത്തിലായിരുന്നു. ഫോൺ ഓഫായി പോയല്ലോ. ഈശ്വര, പാറുവിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. ഡോക്ടർ, ഡോക്ടർ ഈ ആശുപത്രിയിലേക്ക് മാറിയോ? ഇല്ലില്ല, ഞാനൊരു സ്പെഷ്യൽ കേസ് അറ്റൻഡ് ചെയ്യാൻ വന്നതാ. ഡോക്ടർക്ക് എന്നെ മനസ്സിലായോ? കുട്ടി അന്ന് പാറുവിന്റെ കൂടെ എന്നെ കാണാൻ വന്നതല്ലേ? അതെ ഡോക്ടർ. പാറുവിനിപ്പോ എങ്ങനെയുണ്ട്? അവളിപ്പോ വലിയൊരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുക. ഡോക്ടർ വിചാരിച്ചാൽ മാത്രമേ അവളെ രക്ഷിക്കാൻ പറ്റൂ. എന്തുപറ്റി? ഈ ഹോസ്പിറ്റലിൽ നിന്ന് പാറുവിന്റെ കമ്പനിയിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു. പാറുവിന് അവിടെ ഉള്ളവരെല്ലാം നിർബന്ധിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യിച്ചു. ടെസ്റ്റിന്റെ റിസൾട്ട് കമ്പനിയിലെത്തിയ അവള് പ്രഗ്നന്റ് ആണെന്ന് എല്ലാവരും അറിയും. പിന്നെ ഉണ്ടാവുന്ന പുകിൽ എന്താണെന്ന് ഡോക്ടറിന് ഊഹിച്ചൂടെ? ഇതില് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടർക്ക് ആ റിപ്പോർട്ട് കമ്പനിയിൽ എത്തുന്നതിൽ നിന്ന് തടയാൻ പറ്റുമോ? ഞാൻ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർ അല്ല, ഒരു സ്പെഷ്യൽ കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാ. ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരധികാരവും എനിക്കില്ല. അതും ഒരു റിപ്പോർട്ട് മാറ്റി കൊടുക്കാന്നൊക്കെ പറഞ്ഞ നിയമപരമായിട്ട് വലിയ തെറ്റാ. ഡോക്ടർ, എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. പാറു ഗർഭിണിയാണെന്ന് എല്ലാരും അറിഞ്ഞ അവളെ മാത്രമല്ല അവളുടെ കുടുംബത്തെ അത് ബാധിക്കും. അവളുടെ ചേച്ചിയുടെ കല്യാണം മുടങ്ങും. ആ കല്യാണം നടത്താൻ വേണ്ടിയാ പാറു ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. പാറു ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാ. ഇനി ചേച്ചിയുടെ കല്യാണം നടന്നില്ലെങ്കിൽ അവൾ ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചതെല്ലാം വെറുതെ ആവും. ഇതിനു മുമ്പ് കല്യാണം മുടങ്ങിയപ്പോ പാറുവിന്റെ ചേച്ചി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കല്യാണം മുടങ്ങിയ മുഴുവൻ കുടുംബവും എന്തെങ്കിലും കയ്യബദ്ധം കാണിക്കും. ആ കുടുംബത്തിന്റെ ജീവനിപ്പം ഡോക്ടറിന്റെ കയ്യില. ദയവ് ചെയ്ത് കൈവിടരുത് പ്ലീസ് ഡോക്ടർ. ശരി, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.